ആം ആദ്മി പാർട്ടി പറഞ്ഞ പോലെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറയുക മാത്രമല്ല, അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരെ സഹായിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രചാരണത്തിനിറങ്ങിയ കേജ്രിവാൾ ഒരു വലിയ പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ നേതാവ്, അല്ലെങ്കിൽ BJP-യാൽ ആക്രമിക്കപ്പെട്ട, കേന്ദ്ര സർക്കാരിനാൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് എന്നുള്ളൊരു പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിൽ ഡൽഹി വിധി എഴുതുന്നു, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനൊപ്പം നിൽക്കുന്നു, ഇതൊരു തുടർച്ചയാണ് എന്ന രൂപത്തിൽ വിലയിരുത്താമെങ്കിലും ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ BJP അവിടെ നടപ്പാക്കുന്നുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ BJP വളരെ ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട്. പ്രചാരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് വളരെ മുൻപ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിന് സ്വാധീനമുള്ള മേഖലയിൽ കടന്നു ചെന്നുകൊണ്ട് ബൂത്ത് തല പ്രവർത്തനം നടത്തുക എന്ന രൂപത്തിലേക്ക് തന്നെ BJP പ്രവർത്തനം കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ തന്നെയും പിന്നെ ഓരോ ആരോപണങ്ങളായി ഉന്നയിക്കപ്പോൾ അഴിമതി ആരോപണം വ്യക്തിപരമായി തന്നെ, ഇപ്പോൾ പാർട്ടിക്കെതിരായ ആരോപണം എന്നതിലപ്പുറം വ്യക്തിപരമായി തന്നെ മുഖ്യമന്ത്രിയുടെ വസതി മൂടി പിടിപ്പിച്ചു എന്നുള്ളത്, ശീഷ് മഹൽ എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നു.